Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാനൊരു BB ക്രീമിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് വിത്തൗട്ട് യൂസിങ് ദാറ്റ് BB ക്രീം. ഇതാണ് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ഫേസ് വിത്ത് യൂസിങ് ദാറ്റ് BB ക്രീം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു BB ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് യൂസിങ് BB ക്രീം ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ഇങ്ങനെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ സ്കിന്നിന് മാച്ച് അല്ലായിരുന്നു. അപ്പോൾ എന്താ ഈ ഒരു മാർസിൻ്റെ BB ക്രീമിൻ്റെ പരസ്യം ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ഡാർക്ക് സ്കിന്നുകാർക്ക് പറ്റിയതാണെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ വാങ്ങിയേക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് റിച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് 06 എന്ന് പറയുന്ന അവരുടെ ലാസ്റ്റ് ഷെയ്ഡാണിത് ഈ ഒരു റേഞ്ചിനകത്തുള്ളത്. അപ്പം ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല കൂളായിട്ടാണ് വന്നേക്കുന്നത്. ഇതേപോലെ ഒരു നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നേക്കുന്നത് 271 ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 339 അങ്ങനെ എന്തോ ആണ്. പക്ഷേ എനിക്ക് ഓഫറിൽ ഈ ഒരു പ്രൈസിലാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പയറി വരുന്നത് 4 years ആണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ BB ക്രീമിൻ്റെ പേരെന്ന് പറയുന്നത് മാർസ് ബ്ലമിഷ് ബാം ക്രീം എന്നാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് വരാം. ഒരു മോയ്സ്ചറൈസർ ഒരിത്തിരി എടുത്തിട്ട് ഒരിത്തിരി മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നല്ലോണം ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ ഫേസിൽ നല്ലോണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ എങ്ങും പോകുന്നില്ല, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ ആണ്. എങ്ങും പോകാത്തതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്രീമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ല അത്യാവശ്യം കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രീമാണ്, തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രീമാണ്. പിന്നെ ഇനി നമുക്കിതിൻ്റെ ഒരു സ്വാച്ച് നോക്കാം കയ്യിലെങ്ങാണം വെച്ചിട്ട്, കാരണം നമുക്കിത് ഓക്സിഡൈസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെയായിട്ട് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യുകയാണ്. പിന്നീട് നമുക്കിതിൻ്റെ ഓക്സിഡേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ അപ്ലൈ ചെയ്തപ്പം ഏകദേശം എൻ്റെ ഒരു കൈയുടെ സ്കിന്നുമായിട്ട് കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനായിട്ടാണ്, BB ക്രീമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇത് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നിയതിൻ്റെ ഒരു അണ്ടർടോൺ ഏകദേശം ഒരു ഓറഞ്ചിഷ് അണ്ടർടോൺ ആണ്, യെല്ലോ അണ്ടർടോൺ അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അണ്ടർടോൺ ഒരു യെല്ലോയിഷ് അണ്ടർടോൺ ആണെന്നാണ്. അപ്പോൾ ഓറഞ്ച് അണ്ടർടോണുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ സ്കിൻ ചില സമയത്ത് ഒരു ഡള്ളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണെന്ന്. കാരണം നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം അത്യാവശ്യം ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നി. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുള്ളൊരു കളർ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇത് നല്ലതുപോലെ എഫേർട്ട്ലെസ്ലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പം ബ്രഷോ അല്ലെങ്കിൽ സ്പഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈ മാത്രം മതി. നോർമലി ക്രീമൊക്കെ നമ്മൾ കൈ കൊണ്ടാണല്ലോ അപ്ലൈ ചെയ്യണേ. അപ്പം നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എൻ്റെ ബേർ സ്കിന്നും പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള എൻ്റെ സ്കിന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നല്ലതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒരു ലെയർ മാത്രമേ ഇടുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടൊരു ബിൽഡബിൾ കവറേജ് ആണെന്ന് തോന്നുന്നു. നമുക്ക് 1-2 ലെയർ ഇട്ട് ബിൽഡ് ചെയ്തെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനൊരു സിംഗിൾ ലെയർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്കിതിൻ്റെ ആ ഒരു കവറേജ് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. പിന്നെ എൻ്റെ അണ്ടർ ഐസിലും അതുപോലെ തന്നെ ഐലിഡ്സിലും അത്യാവശ്യം നല്ലോണം ഡാർക്ക് സർക്കിൾസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും കൂടെ കവർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ അണ്ടർ ഐസിൽ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കവറേജ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഡാർക്കിൻ്റെ മുകളിലൊരു ലൈറ്റ് അടിക്കുമ്പോൾ ഉള്ള ഒരു ആ ഗ്രേഷ് ഒരു ഇത് വരത്തില്ലേ, അത് ചെറുതായിട്ടൊന്ന് വരുന്നോട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് ഇതാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ കൂട്ട് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ബേർ സ്കിന്നിൽ തന്നെ യൂസ് ചെയ്യാം. കളർ കറക്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കണ്ണിൻ്റെ അടി അത്യാവശ്യം ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആ ഒരു ഇത് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലിപ്പിൻ്റെ അവിടെയും കുറച്ച് പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഇത് ഹൈഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അത് നമുക്കിങ്ങനെ കാണാം, നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഹൈഡ് ആവുന്നില്ല. ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്ത് ഒരു ടോൺ കുറയ്ക്കുന്നുണ്ടെന്നല്ലാണ്ട് അത് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യുന്നില്ല. പിന്നെ ഇത് BB ക്രീം ആണല്ലോ, ഫൗണ്ടേഷൻ അല്ല. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.
എന്തായാലും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ നല്ലതായിട്ടുള്ള പ്രോഡക്റ്റാണ്, ഓഫീസ് യൂസിനൊക്കെ. പിന്നെ ഡെയിലി നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ല, ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിട്ട് ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ഫേസിന് ഒരു ഫ്രഷ്നെസ് തോന്നണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ചെറിയൊരു മൈൽഡ് ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നമ്മുടെ ബേബി ക്രീമൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് പോലെ എനിക്ക് തോന്നിയത്. ആർക്കും മറ്റേ മൈഗ്രെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ ടെസ്റ്റ് നോക്കാം, ഓക്സിഡൈസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നേരത്തെ സ്വാച്ച് ചെയ്ത അതേ കയ്യിൽ തന്നെ ഞാൻ അതിൻ്റെ താഴെയായിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് സ്വാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചെറിയൊരു 1.5 ഷെയ്ഡ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് കണ്ടോ, ചെറിയൊരു ഓറഞ്ച് അണ്ടർടോൺ ആ ഒരു ഓക്സിഡൈസ് ചെയ്ത ആ ഒരു സ്വാച്ച് നോക്കിയാൽ അറിയാം, അതിൽ ഒരു ഓറഞ്ച് അണ്ടർടോൺ നല്ലതുപോലെ എടുത്തറിയുന്നുണ്ട്. പിന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഫേസ് അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഡ്രൈ ആക്കുകയോ ഇങ്ങനെ വലിഞ്ഞിരിക്കുകയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അത് ഓക്കെ ആവുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായില്ല എന്ന് പറയാം. ഇതാണ് ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടിൽ ദെൻ ഗുഡ് ബൈ.